ഒരു സ്ഥലത്ത് ഒരു സ്വാമിജി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. അവിടെ 100-200 പേരിരിക്കുന്ന ഒരു ഹാളാണ്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഭക്ഷണത്തിന് 3 ദോഷങ്ങളുണ്ട്. 1 ജാതി ദോഷം, 2 ആശ്രയദോഷം, 3 നിമിത്ത ദോഷം. ലോകത്തിലെ ഏറ്റവും ദോഷം കുറഞ്ഞ ഭക്ഷണം അമ്മയുണ്ടാക്കി തരുന്നതാണ്. കാരണം അതിന് ആശ്രയദോഷം അല്പം പോലുമില്ല. കാരണം ഒരമ്മ തൻ്റെ കുഞ്ഞിന് എന്ത് ഉണ്ടാക്കുമ്പോഴും അതിന് തൊട്ട് മുമ്പ് ആ അമ്മയെ കുത്തിന് പിടിച്ച് ആ മകൻ ഇടിച്ചവനായിരുന്നാൽ കൂടി എൻ്റെ കുഞ്ഞ് നന്നാകണം എന്നോർത്തല്ലാതെ ആ അരിയെടുത്ത് അടുപ്പിലിടുകയോ വേവിക്കുകയോ വിളമ്പുകയോ ചെയ്യില്ല. ഭാര്യയായിരുന്നാൽ നിങ്ങൾ വാങ്ങിക്കൊടുത്തതൊക്കെ സന്തോഷിപ്പിച്ച് നിർത്തിയിട്ട് മേടിച്ച് കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവില്ല, ഗ്യാസ് ഉണ്ടാവും. പതിവായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ട് വേണം ആഹാരം ഭാര്യയിൽ നിന്ന് വാങ്ങിക്കഴിക്കാൻ. അല്ലാതെ കഴിക്കുന്നവനൊക്കെ രോഗിയാണ്. കാരണം അതൊരു ബന്ധം അങ്ങനെയാണ്. മക്കളായാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഹോട്ടലായാൽ പറയുകയും വേണ്ട, അവിടെ ഈ ദോഷങ്ങൾ 3 സജീവമായിരിക്കും. അപ്പോൾ ഇതൊക്കെ സ്വാമിജി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഏറ്റിട്ട് ചോദിച്ചു, എനിക്ക് ജോലി വെളിയിലാണെങ്കിൽ കൂടെ വന്ന് നിൽക്കാൻ ഭാര്യയ്ക്ക് പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഞാൻ ഹോട്ടലിനെ അല്ലാതെ എന്തിനെയാണ് ആശ്രയിക്കുക? ഇതുപോലാണ് ചോദ്യം. മനസ്സിലായില്ല? അത് ഈ പത്രക്കാരുടെ സന്നിവേശം കൂടുതലാവുമ്പോൾ ജീവിതത്തിൽ ഒരു കാര്യവും നമ്മുടെ നിലയിൽ ചെയ്തു നോക്കിയിട്ട് അത് അങ്ങനെയല്ലാതെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് പ്രായോഗികമായി അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ മനസ്സ് നേരത്തെ തന്നെ നമ്മൾ നാമം ജപിക്കാനിരിക്കുമ്പോൾ വേറൊരാൾ വരുമെന്നും അയാൾ അത്യാവശ്യക്കാരനായിരിക്കുമെന്നും അപ്പോൾ അതാണോ ഇതാണോ ചെയ്യേണ്ടതെന്നും ഒക്കെ ഇരുന്ന് നോക്കുന്നതിന് മുമ്പേ ചിന്തിക്കാൻ, ആ നേരത്ത് മാത്രമേ നമ്മളെ കാണാൻ ഈ അത്യാവശ്യക്കാരൻ വരാവൂ എന്ന് നേരത്തെ തീരുമാനിക്കുന്നത് നാമം ജപിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കില്ലേ? ഇങ്ങനത്തെ ചോദ്യമാണ് നമുക്കുള്ളത്, അല്ലേ? ജീവിതം മുഴുവൻ നമുക്ക് ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്ന് നമുക്കൊരു നിർബന്ധമുള്ളത് പോലെയാണ്. സിനോട്ട് ആ അനുഭവം നമ്മൾ സങ്കല്പിക്കുന്നതുകൊണ്ടാണ്. മറിച്ച് ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ വേളകളിൽ അത് കഴിയുന്നതുവരെ ആരും വരില്ല, അത് കഴിഞ്ഞേ എത്തൂ. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് എന്തെല്ലാം ഉദാഹരണങ്ങൾ പറഞ്ഞാലും, ഒന്ന് നമ്മുടെ ആധ്യാത്മികമായ സാധനാക്രമങ്ങളും അന്വേഷണങ്ങളും നമ്മുടെ വായ്ത്താരിക്കപ്പുറം സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ സന്നിവേശിച്ച് രൂപാന്തരപ്പെടുന്നില്ല. മറ്റൊരു ജീവനെ കാണുമ്പോൾ അത് ഞാൻ തന്നെയാണെന്നും അത് ബഹുമാന ഭാവങ്ങളോടെ കാണണമെന്നും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാം അറിയാതെ അഭിവാദനം ചെയ്യാൻ, ഒന്നും അറിയാതെ കൈയറിയാതെ ഒന്ന് കുപ്പാൻ, അയാൾക്ക് എന്താണാവോ ഞാൻ ചെയ്തു കൊടുക്കേണ്ടത് എന്ന് വിനയാന്വിതമായി ചിന്തിക്കാൻ, എന്നെക്കൊണ്ട് എന്ത് ഉദ്ദേശിച്ചാണ് ആ ജീവൻ എൻ്റെ അടുത്തെത്തിയിരിക്കുന്നത് എന്ന് ആലോചിക്കാൻ കുറഞ്ഞ പക്ഷം എൻ്റെ സാമീപ്യം അവൻ അലോസരമാകാതെയും എൻ്റെ വാക്കുകൾ അവന് വേദനാപൂർവകമാകാതെയും എൻ്റെ പെരുമാറ്റ വിശേഷങ്ങൾ അവൻ്റെ ലൗകിക വാസനകളെ താൽക്കാലികമായെങ്കിലും വിടുവാൻ പ്രേരിപ്പിക്കുന്ന വിധവും ആയിത്തീരാവുന്ന വിധത്തിൽ എൻ്റെയും നിങ്ങളുടെയും ആധ്യാത്മിക ചോദന സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നാം ആധ്യാത്മിക നഭോമണ്ഡലത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അർത്ഥമുള്ളൂ. നിങ്ങളിൽ ഓരോ ഭർത്താവും, നിങ്ങളിൽ ഓരോ ഭാര്യയും, നിങ്ങളിൽ ഓരോ മകളും ഓരോ മകനും നിങ്ങളുടെ താവളങ്ങളിലേക്ക് ഒരാധ്യാത്മിക ക്യാമ്പോ ഒരാധ്യാത്മിക പരിപാടിയോ ഒരാധ്യാത്മിക സർജനമോ ഒരാധ്യാത്മിക ചിന്തയോ കഴിഞ്ഞെത്തുമ്പോൾ നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ ഉണർവ്, നിങ്ങളുടെ ജീവിതക്രമം അവയുമായി സമ്പർക്കം പുലർത്തുമ്പോഴെല്ലാം എന്തെന്നില്ലാത്തൊരുന്മേഷവും ഉണർവും
നിങ്ങളുടെ ഭാര്യയ്ക്ക്, നിങ്ങളുടെ ഭർത്താവിന്, നിങ്ങളുടെ മകൾക്ക്, നിങ്ങളുടെ അച്ഛന്, നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ പരിചയക്കാർക്ക്, നിങ്ങളുടെ ബന്ധുജനങ്ങൾക്ക് നിങ്ങളും അവരും അറിയാതെ ഉണ്ടാകുന്നു എങ്കിൽ നിങ്ങളിൽ ഏതോ ഒരു ആധ്യാത്മികതയുടെ ആവിർഭാവം തുടങ്ങിയെന്ന് ഉറച്ചു വിശ്വസിക്കാം. നിങ്ങൾ ആധ്യാത്മികമായ നഭോമണ്ഡലത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ സമ്പർക്കം ഇവയുണ്ടാകുന്നൊരു വേളയിൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ ബന്ധുജനങ്ങൾ, നിങ്ങളുടെ പരിചയക്കാർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, അവർ കൈക്കൂലിക്കാരാകട്ടെ, കരിഞ്ചന്തക്കാരാകട്ടെ, വെള്ളമടിക്കുന്നവരാകട്ടെ, കൊള്ളുകില്ലാത്തവരാകട്ടെ, ഏത് തരക്കാരുമാകട്ടെ, നിങ്ങളുടെ സാമീപ്യമോ സമ്പർക്കമോ ഉണ്ടാകുന്ന വേളയിൽ അവരുടെ ലൗകിക വിഷയ വികാരങ്ങളെല്ലാം മാറി നിന്ന് എന്തെന്നില്ലാത്തൊരു ഉണർവും ഉന്മേഷവും ആനന്ദവും, അതുകൊണ്ട് സത്യവും ധർമ്മവും നീതിയും അവരിൽ ഉൽപ്പന്നമാകുന്നു എങ്കിൽ നിങ്ങളുടെ ആധ്യാത്മികതയുടെ ഈടുവയ്പിൽ നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം. പക്ഷെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ചെറിയ ആധ്യാത്മിക സർജനം ഉണ്ടെങ്കിൽ ഈവൻ മൃഗങ്ങൾക്ക് വരെ നമ്മുടെ സാമീപ്യത്തിലെ ആനന്ദം പ്രകടമാവും, സസ്യങ്ങൾക്ക് പ്രകടമാവും.